عمرو بن العاص رضي الله تعالى പറയുന്നു كل آية في القرآن درجة في الجنة ومصباح في بيوتكم ഖുർആനിലെ ഓരോ ആയത്തും സ്വർഗ്ഗത്തിലെ ഓരോ പദവിയും വീട്ടിലെ വിളക്കുമാണ്. ഖുർആൻ പാരായണത്തിൽ വിളിക്കുകയായിരുന്നു. പെട്ടെന്ന് കെട്ടിയിട്ട് തന്റെ കുതിരയുടെ അസാധാരണ ശബ്ദം കേട്ട് നിർത്തിക്കുട്ടടുത്തേക്ക് ഓടിപ്പോവുകയാണ്. ഒന്നും കാണുന്നില്ല. അദ്ദേഹം മടങ്ങി ഖുർആൻ പാരായണം തുടർന്നു. പക്ഷേ നീമത ആ കുതിരയുടെ ശബ്ദം കേൾക്കുകയാണ്. നേരം പുലർന്നു. തങ്ങളോട് പറഞ്ഞു, അവർ ശാന്തിയുടെ മാലാഖമാരാണ്. ഖുർആൻ പാരായണം ശ്രമിക്കാൻ വന്നതുമാണെന്നാണ് തങ്ങൾ പറഞ്ഞത്. നമ്മൾ വീട്ടിൽ വെച്ച് ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അതുപോലെ സ്പീഡിൽ ഓതി തീർക്കരുത്. അർത്ഥം അറിയില്ലെങ്കിലും ആ ഖുർആനിനെ ആദരിച്ച് താഴ്മയോട് സാവധാനം ഓതുക. ഖത്തം പൂർത്തിയായാൽ അടുത്ത ഖത്തം തുടങ്ങിയ ശേഷം നിർത്താവൂ. ഖത്തമിന്റെ അവസരം പ്രാർത്ഥനയ്ക്ക് ഉത്തരവിരിക്കുന്ന സമയമാണ്. ഊർജാക്കൾ പകലിന്റെയോ രാത്രിയുടെയോ ആരോഗ്യത്തിലോ മനസ്സിലെത്തുമാണ്. സഹോദരന്മാരെ, ഖുർആനുമായി ബന്ധപ്പെട്ട ഒരാൾ പറയുന്നു, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് നിങ്ങളിൽ ഉത്തമൻ. സഹോദരന്മാരെ, ആ ഖുർആനിന്റെ പേരിൽ പിച്ചിടുകയോ വലിച്ചെറിയുകയോ ചെയ്ത് ആ ഖുർആനിന്റെ പേരിൽ തുപ്പുനീര് കൊണ്ട് മറിക്കുകയോ അതിൽ പണം പോലോ സൂക്ഷിക്കുകയോ ചില അല്ലാഹുവേ, ആ ഖുർആനിന്റെ നന്നായി കൂടുന്നവരിൽ പഠിക്കുന്നതിൽ ഞങ്ങൾ ഏർപ്പെടുത്തുന്നുണ്ട്. ആ ഖുർആനിനെ ബഹുമാനിക്കുന്നവരിലും അവർക്കുന്ന വിധം പരിപാലിക്കുന്നവരിലും ഞങ്ങൾ നീ ചേർക്കാനാണ്. ഞാൻ മുൻപ് പാടിച്ചതുപോലെ മുസ്ഹഫ് വരുന്നത് കണ്ട് നീ എഴുന്നേൽക്കണേ, തൗറാത്ത് കണ്ടിരുന്നേറ്റു നബിയെന്നോർക്കണേ. ഞങ്ങൾ നീ ഇരുവീട്ടിലും ജീവിക്കുന്നവർക്ക് ഞങ്ങൾക്ക് നിദാനമായി നൽകിയ ഈ സത്യവിശ്വാസം ഞങ്ങൾക്ക് നീക്കിക്കളയരുത് റഹ്മാൻ. നിന്റെ സജ്ജനങ്ങളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണം യാ അല്ലാഹ്. വിചാരണപൂർവ്വം ഞങ്ങൾ സ്വർഗ്ഗത്തിലാക്കണമുണ്ട്. ഈ റമദാനിൽ ഞങ്ങൾക്ക് അനുകൂലമായി സാക്ഷി നിൽക്കുന്ന റമദാനാക്കണമുണ്ട്. നീയും ഒരുപാട് റമദാനിനെ വരവേൽക്കാനുള്ള തൗഫീഖ് നൽകണം യാ അല്ലാഹ്. ലോക മുസ്ലിമിനെ നീ സംരക്ഷിക്കണം യാ റഹ്മാനെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. وآخر دعواهم الحمد لله رب العالمين. السلام عليكم ورحمة الله تعالى وبركاته.